കർത്താവ് നിങ്ങളോട് കൂടെ. അങ്ങേ ആത്മാവോടുകൂടെ. ലൂക്കായുടെ വിശുദ്ധ സുവിശേഷത്തിനുള്ള വായന. കർത്താവേ, അങ്ങേക്ക് മഹത്വം. അക്കാലത്ത് യേശു പട്ടണങ്ങളിലും ഗ്രാമങ്ങളിലും ചുറ്റി സഞ്ചരിച്ച് പ്രസംഗിക്കുകയും ദൈവരാജ്യത്തിൻ്റെ സുവിശേഷം അറിയിക്കുകയും ചെയ്തു. 12 പേരും അവനോട് കൂടെ ഉണ്ടായിരുന്നു. അശുദ്ധാത്മാക്കളിൽ നിന്നും മറ്റ് വ്യാധികളിൽ നിന്നും വിമുക്തരാക്കപ്പെട്ട ചില സ്ത്രീകളും 7 ദുഷ്ടാത്മാക്കൾ വിട്ടുപോയവളും മഗ്ദലേന എന്ന് വിളിക്കപ്പെടുന്നവളുമായ മറിയവും ഹെരോദോസിൻ്റെ കാര്യസ്ഥനായ ഹൂസായുടെ ഭാര്യ യോവാനയും സൂസന്നയും തങ്ങളുടെ സമ്പത്ത് കൊണ്ട് അവരെ ശുശ്രൂഷിച്ചിരുന്ന മറ്റു പല സ്ത്രീകളും അവരോടൊപ്പം ഉണ്ടായിരുന്നു. കർത്താവിൻ്റെ സുവിശേഷം. ക്രിസ്തുവേ, അങ്ങേക്ക് സ്തുതി. മിശിഹായുടെ സ്നേഹമുള്ളവരെ, ഇന്ന് തിരുസഭാ മാതാവ് നമ്മുടെ വിചിന്തനത്തിനായിട്ട് നമുക്ക് നൽകിയിരിക്കുന്ന വചനഭാഗം ലൂക്കായുടെ സുവിശേഷം 8-ാം അധ്യായം 1 മുതൽ 3 വരെയുള്ള തിരുവചനങ്ങളാണ്. യേശു തൻ്റെ പരസ്യ ജീവിതകാലത്ത് തിരക്കിട്ട ഒരു ശുശ്രൂഷ മേഖലയിലൂടെയാണ് കടന്നുപോയത്. തൻ്റെ തിരക്കിട്ട ശുശ്രൂഷ മേഖലയിൽ യേശുവിനെ സഹായിക്കാൻ എപ്പോഴും കൂടെയുണ്ടായിരുന്നത് 12 അപ്പോസ്തലന്മാരാണ്, അല്ലെങ്കിൽ ശിഷ്യന്മാരാണ് എന്ന് നമുക്കറിയാം. തൻ്റെ ശുശ്രൂഷകളിലുടനീളം അവരുടെ സാന്നിധ്യം നമുക്ക് കാണുവാൻ സാധിക്കും. യേശുനാഥൻ ഇതുപോലെ തിരക്കിട്ട ശുശ്രൂഷകൾ നടത്തി മുന്നോട്ട് പോകുമ്പോൾ ഈ 12 ശിഷ്യന്മാരെ കൂടാതെ അവനെ അനുഗമിച്ചിരുന്ന ഒത്തിരിയേറെ ആളുകളുണ്ട്. അവരെക്കുറിച്ചൊന്നും തിരുലിഖിതത്തിൽ അധികമൊന്നും നമുക്ക് വായിക്കുവാൻ സാധിക്കില്ല. എന്നാൽ ഇതിനർത്ഥം അവരുടെ പ്രവർത്തനങ്ങൾക്ക് കൂടുതൽ പ്രാധാന്യം ഉണ്ടായിരുന്നില്ല എന്നല്ല, മറിച്ച് അവർ ദൈവത്തെ അറിഞ്ഞവരായിരുന്നു. ക്രിസ്തുവിൽ ദൈവത്തിൻ്റെ സാന്നിധ്യം തിരിച്ചറിഞ്ഞ അവർ ക്രിസ്തുവിനെ തങ്ങളുടെ ജീവിതത്തിലേക്ക് ഏറ്റെടുക്കുകയും ക്രിസ്തുവിന് വേണ്ടി എന്തും ചെയ്യുവാൻ തയ്യാറായി നിന്നവരുമായിരുന്നു. അതിനാൽ തന്നെ അതിലൂടെ ഒരു പ്രശസ്തി അവർ ആഗ്രഹിച്ചിരുന്നു. എന്നാൽ പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ നമുക്ക് സംഭവിക്കുന്ന ഒരു കാര്യം, നമ്മളറിയാതെ ഞാൻ ദൈവത്തിന് വേണ്ടി ഒരു ശുശ്രൂഷ നടത്തുമ്പോൾ, ഞാൻ സഭയ്ക്ക് വേണ്ടി എന്തെങ്കിലും പ്രവർത്തിക്കുമ്പോൾ അതിലൂടെ പേരും പ്രശസ്തിയും കിട്ടണമെന്ന് ആഗ്രഹിക്കാറുണ്ട്. ആ ഒരു തലത്തിൽ നമ്മുടെ ശുശ്രൂഷാ മേഖലകളെ നമ്മൾ മാറ്റിയെടുക്കുമ്പോൾ, പ്രിയമുള്ളവരെ, നമ്മുടെ ശുശ്രൂഷയിലൂടെ ആരെയും ദൈവത്തിനായി നേടിയെടുക്കുവാൻ നമുക്ക് സാധിക്കും. നമുക്ക് ഒത്തിരിയേറെ അനുയായികളുണ്ടാകും, പക്ഷേ അതുകൊണ്ട് കാര്യമില്ല. നമ്മുടെ പ്രവർത്തനങ്ങളിലൂടെ ദൈവത്തിലേക്ക് ആളുകൾ അടുക്കണം. നമ്മുടെ പ്രവർത്തനങ്ങളിലൂടെ ദൈവത്തിലേക്ക് ആളുകളെ കൊണ്ടുപോകുവാൻ നമുക്ക് സാധിക്കണം. എങ്കിൽ മാത്രമാണ് നമ്മുടെ പ്രവർത്തനങ്ങൾക്ക് എന്തെങ്കിലും ഫലമുണ്ടാവുകയും. മനുഷ്യർക്ക് എപ്പോഴും പാപത്തോട് ഒരു പ്രത്യേക ചായ്വുണ്ട് എന്ന് തിരിച്ചറിഞ്ഞ വിശുദ്ധ പൗലോസ് ശ്ലീഹ റോമാക്കാർക്ക് എഴുതിയ ലേഖനത്തിൽ 7-ാം അധ്യായം 18 മുതൽ 20 വരെയുള്ള തിരുവചനങ്ങളിൽ ഇപ്രകാരം വളരെ കൃത്യമായിട്ട് രേഖപ്പെടുത്തുന്നുണ്ട്. നന്മ ഇച്ഛിക്കാൻ എനിക്ക് സാധിക്കും, എന്നാൽ പ്രവർത്തിക്കാൻ സാധിക്കുന്നില്ല. ഞാൻ ഇച്ഛിക്കുന്ന നന്മയല്ല, ഇച്ഛിക്കാത്ത തിന്മയാണ് ഞാൻ പ്രവർത്തിക്കുന്നത്. ഞാൻ ഇച്ഛിക്കുന്നത് പ്രവർത്തിക്കാൻ സാധിക്കുന്നില്ല എങ്കിൽ അത് പ്രവർത്തിക്കുന്ന ഒരിക്കലും ഞാനല്ല, എന്നിൽ വസിക്കുന്ന പാപമാണ് എന്ന് പൗലോസ് ശ്ലീഹ കൃത്യമായിട്ട് എഴുതി വയ്ക്കുമ്പോൾ, പ്രിയമുള്ളവരെ, ഈ ഒരു ഇച്ഛയായിരിക്കാം ഒരു പക്ഷേ, നന്മ ചെയ്യണമെന്നുള്ള ആഗ്രഹമായിരിക്കാം ദൈവരാജ്യ ശുശ്രൂഷയിൽ നമ്മളെ പലപ്പോഴും പ്രേരിപ്പിക്കുന്നത്. എനിക്ക് ദൈവത്തിന് വേണ്ടി എന്തെങ്കിലും ചെയ്യണം, എനിക്ക് സഭയ്ക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യണം എന്ന ഒരു ആഗ്രഹം, അല്ലെങ്കിൽ നന്മ ചെയ്യണമെന്നുള്ള ഒരു ആഗ്രഹമാണ് ഇതുപോലെയുള്ള ശുശ്രൂഷകൾ ചെയ്യുവാൻ നമ്മളെ ഓരോരുത്തരെയും പ്രേരിപ്പിക്കുകയും സഹായിക്കുകയും ചെയ്യുന്നത്. എന്നാൽ പ്രവർത്തന മേഖലയിലേക്ക് കടന്നു വരുമ്പോൾ പലപ്പോഴും നമുക്ക് പതറിപ്പോകുന്ന ഒരു കാഴ്ച കാണുവാൻ സാധിക്കും. ഞാൻ ഇതുപോലെ നന്മ ഇച്ഛിക്കുന്നുണ്ട്, പക്ഷേ ഞാൻ പ്രവർത്തിച്ചു വരുമ്പോൾ അത് തിന്മയായിട്ട് ഭവിക്കുന്നു, അല്ലെങ്കിൽ തിന്മ ചെയ്തുകൊണ്ടിരിക്കുന്നു. അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. നമ്മുടെ ജീവിതത്തിൽ അംഗീകാരത്തിന് വേണ്ടി കൊതിക്കുന്ന ഒരു പാപാവസ്ഥ എപ്പോഴുമുണ്ട്. മറ്റുള്ളവരെ സേവിക്കുന്നതിനേക്കാൾ അധികമായി സേവിക്കപ്പെടുവാനും, അംഗീകരിക്കുന്നതിനേക്കാൾ അധികമായി അംഗീകരിക്കപ്പെടുവാനും, സ്നേഹിക്കുന്നതിനേക്കാൾ അധികമായി സ്നേഹിക്കപ്പെടുവാനും ആഗ്രഹിക്കുന്ന ഒരു മനസ്സ്, അത് വളരെ നൈസർഗികമായി നമുക്ക് എല്ലാവർക്കും ലഭിച്ചിട്ടുള്ള ഒന്നാണ്. എന്നാൽ ഇതിൽ നിന്ന് പുറത്തു കടക്കുമ്പോൾ മാത്രമാണ് ദൈവത്തിന് വേണ്ടി ശുശ്രൂഷ ചെയ്യുവാൻ, ദൈവത്തിന് വേണ്ടി പ്രവർത്തിക്കുവാൻ നമുക്ക് ഓരോരുത്തർക്കും സാധിക്കുക.
ഇന്നത്തെ സുവിശേഷത്തിൽ നമ്മൾ കാണുന്ന സ്ത്രീകളുടെ കാര്യമെടുക്കുകയാണെങ്കിൽ വളരെ പ്രശസ്തി ഉള്ള ഒരു കുടുംബത്തിൽ നിന്നാണ്, പ്രത്യേകിച്ച് ഹെറോദോസിൻ്റെ കാര്യസ്ഥനായ കൂസായുടെ ഭാര്യ യോവാന ജീവിച്ചിരിക്കുമ്പോൾ തന്നെ ഒത്തിരിയേറെ പ്രശസ്തി ഉണ്ടായിരുന്ന ഒരു സ്ത്രീയാണ്. പക്ഷേ അവൾ ദൈവത്തിൽ തൻ്റെ ശുശ്രൂഷാ മേഖല കണ്ടെത്തിയപ്പോൾ, അല്ലെങ്കിൽ യേശു ക്രിസ്തു ചെയ്യുന്ന പ്രവർത്തനങ്ങൾ അത് എപ്രകാരമാണ് മറ്റുള്ളവർക്ക് നന്മയായി ഭവിക്കുന്നത് എന്ന് തിരിച്ചറിഞ്ഞപ്പോൾ തൻ്റെ പേരും പ്രശസ്തിയുമെല്ലാം ഉപേക്ഷിച്ചുകൊണ്ട് ക്രിസ്തുവിനെ സേവിക്കുവാൻ വേണ്ടി കടന്നു വന്നു. അതേസമയം പാപകരമായ ജീവിതത്തിലൂടെ കടന്നുപോയവൾ 7 ദുഷ്ടാത്മാക്കൾ തന്നിലുണ്ടായിരുന്ന ഒരു വ്യക്തി മഗ്ദലേന മറിയം ദൈവത്തിൻ്റെ സ്നേഹത്താൽ അതിൽ നിന്ന് പൂർണ്ണമായി വിടുതൽ പ്രാപിച്ചപ്പോൾ അവൾ എന്താണ് ചെയ്യുന്നത്? അവളും ക്രിസ്തുവിനെ അനുഗമിക്കുവാൻ തയ്യാറായി. ക്രിസ്തുവിൻ്റെ ശുശ്രൂഷാ മേഖലകളിൽ തന്നെ കൊണ്ടാവുന്നതെല്ലാം ചെയ്തുകൊണ്ട് അവളും ക്രിസ്തുവിനെ അനുഗമിച്ചപ്പോൾ നമ്മൾക്കറിയാം, അന്നത്തെ സാമൂഹിക പരിസ്ഥിതിയിൽ ഒരു പാപം ചെയ്ത വ്യക്തിയും അതുപോലെ തന്നെ പേരും പ്രശസ്തിയും ഉള്ള ഒരു സ്ത്രീയും ഒരുമിച്ച് വർക്ക് ചെയ്യുക എന്ന് പറയുന്നത് പോലും ചിന്തിക്കുവാൻ സാധിക്കുന്നതല്ല. പക്ഷേ ഇവരെല്ലാവരും ദൈവത്തിന് വേണ്ടിയാണ് ഞങ്ങൾ ശുശ്രൂഷ ചെയ്യുന്നത് എന്ന് തിരിച്ചറിഞ്ഞപ്പോൾ തങ്ങളിലുള്ള വലിപ്പ ചെറുപ്പമൊന്നും നോക്കാതെ ഒരുമയോടെ ഒരുപോലെ ക്രിസ്തുവിനായി പ്രവർത്തിക്കുവാൻ തയ്യാറായി. പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതത്തിൽ നമുക്ക് പലപ്പോഴും സാധിക്കാതെ പോകുന്നതും ഇത് തന്നെയാണ്. നമുക്ക് വലിപ്പ ചെറുപ്പങ്ങളെക്കുറിച്ച് ഒത്തിരിയേറെ ചിന്തയുണ്ട്. ഞാൻ അവളേക്കാൾ കേമിയായ ഒരു വ്യക്തിയാണ്. എന്തിന് ഒരു മധ്യസ്ഥ പ്രാർത്ഥന നടത്തുമ്പോൾ പോലും നമുക്ക് ഒരുമയോടെ ഇരുന്ന് പ്രാർത്ഥിക്കുവാൻ നമുക്ക് സാധിക്കാറില്ല. എന്തുകൊണ്ടാണ് നമുക്ക് ഒരുമയോടെ ഇരുന്ന് ഒന്ന് പ്രാർത്ഥിക്കുവാൻ പോലും സാധിക്കാത്തത്? കാരണം എൻ്റെ പ്രാർത്ഥനയേക്കാൾ വലിയ പ്രാർത്ഥനക്കാരിയാണോ അവൾ എന്നൊരു ചിന്ത പലപ്പോഴും നമ്മളിലേക്ക് കടന്നു വരുന്നു. ഞാൻ ചെയ്യുന്ന പ്രവർത്തനങ്ങളൊക്കെ അവൾക്ക് ചെയ്യാൻ സാധിക്കുമോ? എന്നെപ്പോലെയല്ലേ മറ്റുള്ളവരും ചെയ്യുന്നത്? അങ്ങനെയുള്ള ചിന്തകളെല്ലാം കടന്നു വരുമ്പോൾ പതിയെ പതിയെ നമ്മളിലുള്ള ഈഗോ പ്രവർത്തിക്കാൻ തുടങ്ങും. ഞാൻ എന്തോ ആണ് എന്ന ഒരു ഭാവത്തിൽ നമ്മൾ ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോൾ പ്രിയമുള്ളവരെ, അവിടെ ദൈവത്തിൻ്റെ സാന്നിധ്യം ഉണ്ടാകുന്നില്ല എന്ന് തിരിച്ചറിയുക. നമ്മൾ ചെയ്യുന്ന പ്രവർത്തനങ്ങൾ എപ്പോഴും ക്രിസ്തുവിന് വേണ്ടിയുള്ളതാണ്, ക്രിസ്തുവിനെ പ്രഘോഷിക്കാൻ വേണ്ടിയുള്ളതാണ് എന്ന തിരിച്ചറിവിലേക്ക് നാം ഓരോരുത്തർ കടന്നു വന്നു കഴിഞ്ഞാൽ പ്രാർത്ഥനാ മേഖലയിൽ പോലും ഒരുമയോടെ ഒരുമിച്ചിരുന്ന് പ്രാർത്ഥിക്കുവാൻ നമുക്ക് സാധിക്കും. എളിമയോടെ കർത്താവിൻ്റെ സന്നിധിയിലായിരുന്നാൽ മാത്രമാണ് പ്രിയമുള്ളവരെ നമ്മുടെ പ്രവർത്തനങ്ങളിലൂടെ ദൈവത്തിലേക്ക് ആളുകളെ ആകർഷിക്കുവാൻ നമുക്ക് സാധിക്കുക. ഇന്ന് ഈ ദിവ്യബലിയിൽ പ്രാർത്ഥിക്കുമ്പോൾ നമ്മൾ ചെയ്യേണ്ടത് എളിമയുടെയും ത്യാഗത്തിൻ്റെയും മകളുടെ ഉദാഹരണമായ യേശുവിൻ്റെ കാലടികളെ പിൻചെല്ലുക എന്നതാണ്. അതെൻ്റെ പേരും പ്രശസ്തിക്കും വേണ്ടിയല്ല, മറിച്ച് ഞാൻ ദൈവത്തെ അറിഞ്ഞതുകൊണ്ട്, ദൈവത്തെ അനുഭവിച്ചതുകൊണ്ട്, ആ അനുഭവിച്ച ദൈവത്തെ മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കാനുള്ള ആഗ്രഹം കൊണ്ടായിരിക്കണം. അതിനുവേണ്ടി ഇന്ന് ഈ ദിവ്യബലിയെ നമുക്ക് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കാം. കർത്താവേ, ഞാൻ അനുഭവിച്ച ദൈവത്തെ മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കുവാൻ, അത് എളിമയോടും ത്യാഗത്തോടും കൂടെ ചെയ്യുവാൻ കർത്താവേ ഞങ്ങളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കണമേ എന്ന് നമുക്ക് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കാം. സർവശക്തനായ ദൈവം നമ്മെ ഓരോരുത്തരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ. ആമേൻ.